ഹലോ ഗൈസ്, ഞാൻ ഈ രാവിലെ 6 മണിക്ക് എണീറ്റ് എവിടെ പോകുന്നെന്ന് അറിയാവോ? എവിടെ പോവാ ഞാൻ? അമ്മയും കൊണ്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോവാണ് ഗൈസ്. അങ്ങനെ പെട്രോൾ അടിക്കാൻ കയറി. പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ എൻ്റെ കോലം നോക്കി ഒരുമാതിരി ഇരിക്കുന്നു, കൊള്ളത്തില്ല. രാവിലെ എണീറ്റുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ രാവിലെ എണീറ്റ് അപ്പൂപ്പനെയും അമ്മൂമ്മയും വിളിക്കണമായിരുന്നു. അങ്ങനെ അപ്പൂപ്പനെയും അമ്മൂമ്മയും വിളിക്കാൻ പോയപ്പോൾ ഞാനും ചേച്ചി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി ഓടിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞാണ് ഗൈസ്, തോട് കാട് അപ്പുറത്ത് കാറെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റോഡാണ് ഗൈസ്. എന്ത് ചെയ്യാൻ? ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും മാമനും അക്കു നിന്ന് ചായ കുടിക്കുന്നു. അക്കു അണ്ണാക്കി ചൂട് കോരി ഒഴിച്ച് എന്നിട്ട് അപ്പൂപ്പൻ നോക്കുന്ന നോട്ടം കണ്ടോണേ, പന്തം കണ്ട പെരിച്ചാരി നോക്കുന്നവരെ നോക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചടയമംഗലം എത്തിയപ്പോൾ ജഡായി കമന്ന് കിടക്കുന്നു, മലന്ന് കിടക്കുന്നു. എനിക്കൊരു ദിവസം അങ്ങോട്ട് പോകണമെന്നുണ്ട്. അങ്ങോട്ട് പോകുന്നതിനന്ന് ഞാൻ വീഡിയോ ഇടാൻ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ ദൂരേന്നേ കണ്ടു, പക്ഷേ എനിക്ക് അടുത്തെത്തിയപ്പോഴാണ് വീഡിയോ കിട്ടിയത്. പിന്നെ ഞങ്ങൾ നേരെ തിരുവനന്തപുരം ട്രാഫിക്കിലെത്തിയപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അമ്മ കൂർക്കം വലിച്ച് നല്ല ഉറക്കമായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി ഒതുക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. പിന്നെ കുറേ നേരം നിന്നിട്ടാണ് ഞങ്ങൾ വണ്ടി ഒതുക്കിയത്. എന്നിട്ട് ചേച്ചി കയറി പോകുന്നുണ്ടോ തുണ്ടെടുക്കാൻ. ഞാനപ്പോൾ നേരെ ചേച്ചിയുടെ പുറകെ ഓടി പിടിച്ച്, കണ്ടോ എൻ്റെ ചിരി കൊള്ളാമല്ലേ, എന്ത് ചെയ്യാൻ, എന്നെക്കൊണ്ട് എനിക്ക് തന്നെ വയ്യ. അത് ഞങ്ങൾ കാണിച്ചു, തിരിച്ചിറങ്ങിയപ്പോൾ ചെറിയൊരു പ്ലാൻ ഗൈസ്, കോവളം കാണണമെന്ന്. അങ്ങനെ കോവളം ബീച്ചിലേക്ക് നടക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കുറേ പ്ലാനിങ്ങിലൊക്കെയാണ് പോയത്, പക്ഷേ അഡബഡലും ഫ്ലോപ്പ് എന്ന് വെച്ചാൽ അഡബഡലും ഫ്ലോപ്പായി പോയി ഗൈസ് എല്ലാം. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ റീലെടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ വണ്ടി ഒതുക്കിയ സ്ഥലമാണ് ഗൈസ് ഇത്. ഞങ്ങൾ വണ്ടി ഒതുക്കിയ സ്ഥലം ഞാൻ പറയുന്നത് ഓണ്ട കിടക്കുന്നു വണ്ടിയിൽ നിന്ന്. അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്ന് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റീലെടുക്കണം, വീഡിയോ എടുക്കണം. എന്നിട്ട് എല്ലാ അടപടം ഫ്ലോപ്പായി പോകുന്നതാണ്. ഇനി മുതലേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നാമത്തെ കാര്യം പറ്റിയില്ല. ആ പാടെ തളർന്നു കുത്തി വിശന്ന്, അയ്യോ എന്താ പറയാനാ. അങ്ങനെ ഞങ്ങളെല്ലാം വണ്ടിയെ കയറിയിട്ട് എൻ്റെ സന്തോഷം, എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞൊരു പള്ളിയൊക്കെ ഞങ്ങൾ കണ്ടപ്പം അവിടെ ചെന്നപ്പോൾ ചെറുതായിട്ട് തീരുമാനിച്ച് മാമനെ കാണാൻ പോകണമെന്ന്. മാമനെ കാണാൻ സെൻട്രൽ ജയിലിലായതുകൊണ്ട് നമുക്കങ്ങോട്ട് ഫോൺ അലോഡല്ല, നമുക്കങ്ങോട്ട് ഫോൺ കയറ്റാൻ പറ്റുമല്ല. അപ്പം ഞാൻ അതിൻ്റെ എൻട്രൻസ് വരെ ഒന്ന് വീഡിയോ എടുത്തു. എന്നാലും ഒന്ന് കാണിക്കണ്ടേ, ഏതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കഴിക്കാൻ കയറിയത് ഗൈസ് അടപടലം ഫ്ലോപ്പ്. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് ഒരു ഭാഗ്യം കഴിച്ചില്ലായിരുന്നു. ഇപ്പം സമയം 12 മണി അങ്ങോട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ല, 1:30 കഴിഞ്ഞു. 1:30 കഴിഞ്ഞ സമയത്ത് പിന്നെ ബിരിയാണി കൊണ്ടുവന്നു കഴിച്ചു. ഞങ്ങൾ രണ്ട് കടയിലാണ് ഗൈസ് കയറിയത്. കാരണം എന്ന് വെച്ചാൽ ആദ്യം കയറിയ കടയിൽ ഫുഡില്ലായിരുന്നെങ്കിൽ അവർക്ക് ഫുഡില്ല എന്ന് പറയായിരുന്നു. ഞാൻ തിരുവനന്തപുരം വെറുത്തൊരു കാരണം എന്ന് വെച്ചാൽ ഈ പോക്കായിരുന്നു ഗൈസ്. കാരണം അവിടുത്തെ ആൾക്കാർക്കൊന്നും പെരുമാറാൻ അറിയുന്ന കുറേ പേരുണ്ട്, പക്ഷേ എനിക്ക് തോന്നി പെരുമാറാൻ അറിയത്തില്ലെന്ന്. കടയിൽ കയറിയപ്പോൾ അവർ വേണമെങ്കിൽ തിന്നാൽ മതി, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ അമ്മയും ചാച്ചനും അപ്പൂപ്പനും അമ്മയും വേറെ കടയിൽ, ഞങ്ങൾ വേറെ കടയിൽ, അങ്ങനെയായിരുന്നു ഗൈസ് കഴിച്ചത്. ഭയങ്കര വിഷമമായ കാര്യമെന്ന് വെച്ചാൽ അവിടുത്തെ ആർക്കും പെരുമാറാൻ അറിയത്തില്ല. വൈകിട്ട് ചായ കുടിക്കാൻ കയറിയപ്പോഴും ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ചായ കുടിക്കാൻ കയറിയപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി ഗൈസ്. നേരെ ഞങ്ങൾ കോവളത്തെത്തിയതും വലിയ ഫ്ലോപ്പായിരുന്നു ഗൈസ്. ഞാൻ വലിയ തരത്തിൽ ഡ്രസ്സൊക്കെ എടുത്ത് കൈ വെച്ചതാണ്. എന്നിട്ട് ബീച്ചിൽ ചാടാൻ പറ്റിയില്ല ഗൈസ്. കടൽ ഭയങ്കര എന്തോ പ്രക്ഷോഭമോ അങ്ങനെ കണ്ട് പറഞ്ഞു. ഇപ്പോൾ കടൽ തിര ഭയങ്കര കൂടുതലാണ്, വേലിയായിട്ട് സമയമുണ്ട്, നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലെന്നുണ്ട്. അപ്പോൾ അമ്മൂമ്മ അവിടെ നിന്ന് പറയുക, നിൻ്റെ അപ്പൂപ്പൻ എന്നെയും കൊണ്ട് ഇവിടെ കുറേ വട്ടം വന്നിട്ടുണ്ടെന്ന്. ഏതാ റൊമാൻസ്, എനിക്ക് വയ്യ. അവർ ഭയങ്കര എവിടെയായാലും അപ്പൂപ്പൻ അമ്മൂമ്മ കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഒരു സംഭവം നടക്കും ഗൈസ്. അമ്മുമ്മയെ ബാക്കിലാക്കിയിട്ട് അപ്പൂപ്പൻ എവിടെ നിന്ന് കോഴിത്തരം കാണിക്കുന്നത് വേണം. അവിടെ നിന്ന് ഒരു മദാമ ഇങ്ങോട്ട് കയറി വന്നപ്പം പുള്ളിക്കാരത്തി ഇച്ചിരി ഏജ്ഡാണ്, അപ്പൂപ്പൻ്റെയൊക്കെ പ്രായം കാണും. ഒന്ന് അപ്പൂപ്പനെ നോക്കി ചിരിച്ച്, അപ്പൂപ്പനെ മനസ്സിൽ ലഡു പൊട്ടുന്ന നമുക്ക് ആ സീനിൽ കാണാം. പുള്ളിക്കാരത്തി കയറി വരുന്നുണ്ട്, അപ്പൂപ്പൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം എല്ലാവരെയും നോക്കി അവിടുത്തെ, കാരണം മദാമ്മമാരൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിരിച്ചപ്പോൾ അപ്പൂപ്പൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകും. എന്തോ അപ്പൂപ്പൻ ചോദിച്ചായിരുന്നു ആ ടൈമിൽ, ഞാൻ എന്തുവാന്ന് ഓർക്കുന്നില്ല. കണ്ടോ ഗൈസ്, എൻ്റെ മോൻ കണ്ടറിയാം. അപ്പൂപ്പനെ നോക്കി ചിരിച്ചു. ഞാൻ അപ്പൂപ്പൻ്റെ ചോദിച്ചു എന്തോ അവിടെ നടന്നതെന്ന് ചോദിച്ചു. അപ്പൂപ്പൻ്റെ ചിരി കണ്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അപ്പുറം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും വായി നോക്കിയിരിക്കും, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ഹാർബറിലെത്തി, വിഴിഞ്ഞം തുറമുഖം കാണാൻ വന്ന്. പക്ഷെ അവിടെ വെച്ചും വീഡിയോ എടുക്കാൻ പോയി ഗൈസ്. അവിടെ വെച്ചും വീഡിയോ എടുക്കാൻ അമ്മ എന്നെ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് ആരെയും കണ്ടുമൊക്കെ വിളിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാറിൽ നല്ല ഉറക്കമൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന എന്നെയാണ് കാണുന്നത്. എൻ്റെ കോലം കണ്ടോ. കാരണം അമ്മയും അപ്പൂപ്പൻ അമ്മയും അമ്മൂമ്മയൊക്കെ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഞങ്ങൾ നൈറ്റായപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ആയൂര് നിർത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് കാലും കൈയൊക്കെ നോക്കാൻ പറ്റിയത്. ഇങ്ങനെ അപ്പൂപ്പൻ മുണ്ടഴിച്ചിട്ട് ഇല്ല
നാഷണൽ ആന്തം പാടുന്ന പോലെ നിൽക്കുമായിരുന്നു. അകത്ത് അമ്മയും അമ്മൂമ്മയൊക്കെ നല്ല ഉറക്കമായിരുന്നു. എണ്ണീറ്റു. ഞങ്ങൾക്ക് അപ്പൂപ്പന് ചായ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. അവിടെ ഫ്ലോപ്പായി ഗൈസ്. അവിടെ അങ്ങ് ഒരു ചായക്കട പോലും ഇല്ല. എന്തോ ചെയ്യാനാന്ന് പറയണത്. നമ്മൾ എവിടെ ചെന്നാലും അബദ്ധമായിരുന്നു ഗൈസ്. എന്തോ ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മൾ അഞ്ചൽ ബൈപ്പാസിൻ്റെ അടുത്ത് നിർത്തി. ബൈപ്പാസിൻ്റെ അടുത്ത് നിർത്തിയപ്പോഴത്തേനും അമ്മൂമ്മയുടെ ഒരു കെട്ട് പരാതി. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കേട്ടോ അമ്മൂമ്മയുടെ പരാതി. അഞ്ചൽ ബൈപ്പാസിലെത്തി. ഇങ്ങനെ അമ്മയും ചേച്ചി ഇതായിരിക്കുന്നു. അമ്മൂമ്മ ചിന്തിയേ ഈ പാടാതിരുന്ന് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്തറിയോ, മറ്റേ ഞങ്ങള് ചാല പോയപ്പോ അവിടെ വിലപേശനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞാൻ വീഡിയോ പിടിച്ചില്ല. അതിന്റെ പരാതിയായി കേട്ടത് അല്ലയോ? എനിക്കതൊക്കെ കാണാൻ ഇഷ്ടം. കൊച്ചുമക്കളെ കൊണ്ട് നടന്നെല്ലാം കണ്ട് കേട്ട് സന്തോഷിച്ചായിരുന്നു. അത് ഈ മോളോട് ഞാൻ പറഞ്ഞിട്ട് അവള് കേട്ടില്ല. ഞാൻ എന്തോ ചെയ്യും. ഇനി ഞങ്ങൾ പോകും, പോയി ഞങ്ങൾ കാണും, ഞങ്ങൾ എല്ലാം എടുക്കും. ഇട്ടിട്ട് മാമൻ്റെ നിപ്പായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേനും എനിക്ക് സ്വസ്ഥമായി, സമാധാനമായി. സൈഡിൽ ചൂലൊക്കെ ഇരിപ്പുണ്ട്, അതാരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കുറച്ച് ജാടയൊക്കെ കാണിച്ചിട്ട് മോഹന്തൊക്കെ കഴിക്കണം തുടങ്ങണം. ടാറ്റാ ബൈ ബൈ.